ഹായ്, നമസ്കാരം. നമ്മളൊരു ഹോം ലിഫ്റ്റ് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. നമുക്കൊരു പിക്ചർ കാണിച്ച് തന്ന് പറഞ്ഞു കഴിയുമ്പോഴും അതിൻ്റെ ബ്രൗസർ കാണിച്ചെന്ന് പറഞ്ഞു കഴിയുമ്പോഴും നമുക്കത് ക്ലിയർ ആവണമെന്നില്ല. അപ്പോൾ കൊച്ചിയിൽ വൈറ്റിലേക്ക് അടുത്ത് ചമ്പക്കര എന്ന് പറയുന്ന സ്ഥലത്ത് റോഷൻ ജേക്കബ് സാറിൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു ഹോം ലിഫ്റ്റ് കാണാൻ വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. സോ സാർ, നമ്മുടെ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഇപ്പോൾ ഓൾമോസ്റ്റ് 1 month ആയി ലിഫ്റ്റ് യൂസ് ചെയ്യുന്നു. വളരെ സ്മൂത്താണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എസ്തെറ്റിക്കലിയും വളരെ അപ്പീലിംഗ് ആണ്. എല്ലാവരും അന്ന് കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ കമ്പനിയെ സാറ് ചൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് സാറിന് നമ്മുടെ ഒരു ഐഡിയ കിട്ടിയത്? ആക്ച്വലി ഞാൻ നെറ്റിൽ നിന്നാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്തത്. ഇൻഫാക്ട് 3-4 ലിഫ്റ്റ് കമ്പനികളുടെ ഡീറ്റെയിൽസ് എടുത്തുനിന്ന് അവിടെ എല്ലായിടത്തും കൊട്ടേഷൻ എടുത്തിരുന്നു. നിങ്ങളുടെ ഇതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്തത് നിങ്ങളുടെ കസ്റ്റമർ കെയറും പിന്നെ ആ ഇനീഷ്യൽ ഇൻട്രാക്ഷൻ വളരെ നീറ്റായിരുന്നു. ഞങ്ങളൊരു സൈറ്റ് വിസിറ്റിന് പോയിരുന്നു. ഒരു കത്രിക്കടവുള്ള ഒരു ചീഫ് എഞ്ചിനീയറിന്റെ വീട്, പേരാ മറന്നുപോയി. അജിത് സിംഗ്. യെസ്, അജിത് സാറിന്റെ വീട്ടില്. പുള്ളിയും ഷിപ്പിൽ തന്നെയായിരുന്നു, ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. സോ ഇന്ററാക്ടിങ് വിത്ത് അത് വളരെ നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ പുള്ളിയും വളരെ നീറ്റായിട്ടാണ് ഇതിന്റെ. ഓക്കെ, നമ്മുടെ വർക്കേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ? ഇല്ല, വളരെ നീറ്റായിട്ടാണ് അവര് എല്ലാം ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മളൊരു ഒപ്പീനിയൻ എല്ലാം പറയുകയാണെങ്കിൽ തന്നെ അവരത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ഫുള്ളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. സാറ്, നമ്മുടെ ഈ വർക്ക് സാർ ഉദ്ദേശിച്ച ഒരു ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റിയ ഒരു? യെസ്, ഇത് ആക്ച്വലി നിങ്ങളുടെ സൈഡിൽ നിന്ന് കറക്റ്റ് ആയിരുന്നു. ഞങ്ങളുടെ കോൺട്രാക്ടറിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ഡിലേസ് വന്നതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ബട്ട് അത് ഡിലേ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദ കൺസ്ട്രക്ഷൻ തിങ്. ബട്ട് എവറിത്തിങ് വെൻ വെൽ. എല്ലാം നന്നായിട്ട് തന്നെ പോയി. ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാം കറക്റ്റ് ആയിരുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് സാറിന് ഹേർട്ട് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും? ഇല്ല, ഹേർട്ട് ചെയ്തതായിട്ടൊന്നും വന്നില്ല. 2-3 ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്തു. അത് ഞാനിവിടെ ഇല്ലാത്ത ആളാണ്. ഇത് മോണിറ്റർ ചെയ്ത് ഒരു പ്രശ്നം തന്നെയായിരുന്നു. പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് വീഡിയോ ഫോട്ടോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ലൈക്ക് എൻ്റെ ഫാമിലി വാട്സാപ്പിൽ ഫോട്ടോ അയക്കുമ്പോഴാണ് എനിക്ക് കിട്ടിയത് ഇതല്ല എന്നുള്ളത്. ഞാനത് നിങ്ങളെടുത്ത് റേസ് ചെയ്തു. അത് നിങ്ങളത് കറക്റ്റായിട്ട് അതിന് സൊല്യൂഷൻ തന്നു. സോ അതിലൊക്കെ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇൻഫാക്ട് പ്രോബ്ലംസ് ആയിട്ട് ഒന്നും തന്നെ ഉണ്ടായില്ല. ഉണ്ടായിരുന്നതെല്ലാം നിങ്ങൾ സോൾവ് ചെയ്ത് അറേഞ്ച് ചെയ്തു. സാറിന്റെ ഒരു സജഷൻ, നമ്മൾ ഇനി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്തെങ്കിലും? ഇല്ല, ആക്ച്വലി ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ലിഫ്റ്റ് മാനുഫാക്ചറായിട്ട് ഇന്ററാക്ട് ചെയ്യണത്. ബട്ട് ഐ എം വെരി ഹാപ്പി വിത്ത് ദ വേ തിങ്സ് ആർ. അതിൽ എനിക്ക് വേറെ ഇംപ്രൂവ്മെന്റ്സ് ആയിട്ടൊന്നും തോന്നില്ല. ഇപ്പൊ എങ്ങനെ പോയോ അതേപോലെ പോയാൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ഡീഡ് ഫോർ ബോത്ത് ഓഫ് അസ്. സാർ, ഇനി സാറിന്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ആർക്കെങ്കിലും ഒരു ഹോം ലിഫ്റ്റിൻ്റെതോ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ ലിഫ്റ്റിൻ്റെ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സജസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും? അഫ്കോഴ്സ്, ഇപ്പോൾ ഓൾറെഡി ഒരു 7-8 കസ്റ്റമേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് 3-4 ആൻഡ് കോൺട്രാക്ടറിന്റെ ഒരു 2 or 3 ഐ തിങ്ക്, ഐ എം നോട്ട് ഷുവർ. അത്രയും ആൾക്കാർക്ക് ഓൾറെഡി റെക്കമെൻഡേഷൻ പോയിട്ടുണ്ട്. മസ്റ്റ് ഇപ്പൊ നിങ്ങൾക്കത് ഓൾറെഡി വന്നു കാണും. ഹോം ലിഫ്റ്റുകളാണ് എല്ലാവരും അതേ പറഞ്ഞ വന്ന് കണ്ട് പല ആൾക്കാരും ഒരു ഹോം ലിഫ്റ്റ് വീട്ടിൽ വേണം എന്ന് തോന്നിയത് ആൾക്കാരുണ്ട്. ലൈക്ക് ദേ വെർ നോട്ട് ഹാവിങ് ദറ്റ് ഐഡിയ. ഒരു ലിഫ്റ്റ് വീട്ടിൽ വേണം എന്നൊരു ഐഡിയ ഇല്ലാതെ വീട്ടിൽ വന്ന് മറ്റേ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ലിഫ്റ്റ് കണ്ടു കഴിഞ്ഞിട്ട് ദേ വെർ പ്ലാനിങ് ലൈക്ക് ഒരു വീട്ടിലൊരു ലിഫ്റ്റ് വേണമെന്ന് പ്ലാൻ ചെയ്ത കുറെ പേരുണ്ട്. സോ ഈവൻ ഫോർ മൈ സൈഡ് ഞാൻ എല്ലാവർക്കും നിങ്ങളുടെ ഇത് തന്നെ റെക്കമെൻഡ് ചെയ്യണം. ലിഫ്റ്റിന്റെ ലൈസൻസിന്റെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പോൾ? നമുക്ക് ഓൾറെഡി ലൈസൻസ് അപ്രൂവ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഹാർഡ് കോപ്പി നമുക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യാം. രാഹുൽ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ലൈസൻസ് ആണെങ്കിലും നമുക്ക് പല കസ്റ്റമറും ഈ ലൈസൻസിന്റെ കേസിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഈ ഡോക്യുമെന്റ്, ബിൽഡിംഗ് പ്ലാനും പെർമിറ്റ് പറയുന്നുണ്ടാവും. ഇലക്ട്രിക്കൽ ഡ്രോയിങ് ആയിരിക്കും ഡിലേ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ചില സൈറ്റുകൾ ഹോം ലിഫ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് തന്നെ വരഞ്ഞ് കൊടുക്കാൻ പറ്റും, നമ്മുടെ സ്കോപ്പ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുക്കാം. അല്ലെങ്കിൽ അപ്രൂവ്ഡ് ഡ്രോയിങ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യും. പക്ഷെ പല കസ്റ്റമർ ഈ ഡോക്യുമെന്റ് തരാൻ ഒരുപാട് ഡിലേ ആക്കും. നമുക്ക് അവസാനം ഫംഗ്ഷൻ ആകുമ്പോഴത്തേന് ലൈസൻസ് ആയിട്ടില്ല, അപ്രൂവൽ ആയിട്ടില്ല, കണക്ഷൻ പെൻഡിങ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവാറ്. അപ്പോൾ മാക്സിമം ഡോക്യുമെന്റ് നേരത്തെ കിട്ടിയാൽ നമുക്ക് ആ ഒരു പ്രൊസീജിയർ ഇച്ചിരി ഡിലേ ഉള്ള പ്രൊസീജിയറാണ്, അത് നമുക്ക് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ കാര്യത്തിൽ നിങ്ങൾ നേരത്തെ എനിക്ക് അഡ്വാൻസ് ചെയ്തേക്കണ കാരണം 2 ആഴ്ച എടുക്കും, 3 ആഴ്ച എടുക്കും നേരത്തെ പറഞ്ഞ കാരണം എല്ലാം സ്മൂത്ത് ആയിട്ട് പോയി തോന്നുന്നു. അതെ 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 സാർ, ഇത് നമ്മുടെ ലൈസൻസ് അതിന്റെ ലിഫ്റ്റിന്റെ സ്കീം അപ്രൂവലാണ്. ഇത് സ്കീം അപ്രൂവൽ, അതിന്റെ സപ്പോർട്ടിങ് ഡ്രോയിങ്, നമ്മുടെ ലിഫ്റ്റിന്റെ ലൈസൻസ് അല്ലേ? അതെ, ഇൻസ്പെക്ടറേറ്റ്. അതെ. ഓക്കെ. അപ്പൊ ഇതിന്റെ ലൈസൻസിന് വാലിഡിറ്റി ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഇതിപ്പോ 3 വർഷത്തേക്കുള്ള ലൈസൻസ് ആണ്. ഇൻഷുറൻസ് 1 വർഷത്തേക്ക്. അപ്പൊ നമ്മൾ റിന്യൂ ചെയ്യുന്നത് എക്സ്പയറിക്ക് ഒരു 3 മാസം മുമ്പായിട്ട് നമ്മൾ റിന്യൂവൽ കൊടുക്കും. അപ്പൊ ഇൻസ്പെക്ടറേറ്റ് തന്നെയാണ് ഈ അടുത്ത 3 വർഷം കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വാലിഡിറ്റി എങ്ങനെയായിരിക്കും? ഇയർലി ആണ് അതിന്റെ ഇതല്ലേ? ഓക്കെ. ആൻഡ് ഇൻഷുറൻസും ഇയർലി ആണ് വരുന്നത്. ഓക്കെ. അനീഷേ, അപ്പൊ പിന്നെ നമ്മുടെ സർവീസ് ഒക്കെ എങ്ങനെയാണ് ഇനി? നമുക്കിപ്പം വാറണ്ടി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എഗ്രിമെന്റിൽ 1 ഇയർ ആണ്. അപ്പം എല്ലാ മാസവും നമ്മുടെ സ്റ്റാഫ് സാറിനെ കോൺടാക്ട് ചെയ്യും. അവരോട് വന്ന് ലിഫ്റ്റ് സർവീസ് ചെയ്ത് സാറിന്റെ കയ്യിൽ നിന്ന് അതിന്റെ അപ്രൂവൽ മേടിച്ചിട്ടേ പോകുള്ളൂ. സാർ, നമുക്ക് ഫ്രീ മെയിൻ്റെനൻസ് കഴിഞ്ഞാൽ നമുക്ക് AMC പോകും. AMC നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. നോർമൽ AMC ഉണ്ട്, കോംപ്രഹെൻസീവ് AMC ഉണ്ട്. കോംപ്രഹെൻസീവിൽ നമുക്ക് സ്പെയർ ഇൻക്ലൂഡ് ചെയ്തായിരിക്കും. നോർമൽ AMCയിൽ നമുക്ക് ജസ്റ്റ് സർവീസും കോൾ ബാക്കും ഉണ്ടാവുള്ളൂ. അപ്പം സർവീസിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട, നമുക്ക് അതിനുള്ള ബാക്കപ്പും സ്റ്റാഫും ഒക്കെ ഉണ്ട്. എനി ടൈം നമ്മൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഹൗസ് വാമിങ്ങിന് ശരിക്കും നമുക്ക് എത്താൻ പറ്റില്ല സാറിന്റെ. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു ഡയറക്ടർ ബിജുകുമാർ സാറും എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സാറെ ഒന്ന് വിളിക്കാം. ഷുവർ. താങ്ക് യു സർ. എന്തൊക്കെയുണ്ട് നമ്മുടെ പിള്ളേരൊക്കെ നല്ല രീതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടല്ലോ? സാറ്റിസ്ഫൈഡ് ആണല്ലോ? സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അതറിഞ്ഞാൽ മതി. സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് കസ്റ്റമറാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളും അതേപോലെ തന്നെയാണ്. സർവീസ് ഹൗസ് വാമിങ്ങിനെ വരാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഞാനൊരു ചെറിയൊരു മൊമെന്റ് കൊണ്ടുവന്നുള്ളത്. ചെറിയൊരു മൊമെന്റ് എന്ന് പറയാൻ ഞങ്ങൾ തന്നെ ഒരു ചെറിയൊരു ആർട്ട് വർക്കാണ്, അത്രേ ഉള്ളൂ. വലിയൊരു ഇതായിട്ടൊന്നും കണക്കൂട്ടണ്ട. ഓക്കെ, താങ്ക് യു സർ. സാറിന് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വളരെ നീറ്റ് ആയിട്ടുണ്ട് സർ. ഞങ്ങളുടെ ചെറിയൊരു ആർട്ട് വർക്കാണ്, ഞങ്ങളുടെ തന്നെ ഫാക്ടറിയിൽ ചെയ്തതാണ്. ഈ സെയിം ഇതാണ് തോന്നുന്നത്. സെയിം സാറിന് ലിഫ്റ്റിന് സൂട്ട് ആവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. താങ്ക് യു സർ. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, താങ്ക് യു.